ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇവിടെ എന്താ ചെയ്തെടുത്തേക്കെന്ന് വെച്ചാൽ ഒരു ഗ്ലൂട്ടാത്തയോൺ ജ്യൂസാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എന്താ പറയുക, വെളുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു 6 മാസം നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എഫക്റ്റ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ അതുപോലെ ടാബ്ലറ്റോ ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു 10 മടങ്ങ് ഉപകാരമാണ് നമ്മൾ ഇതുപോലെ നാച്ചുറലായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ട് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ. അപ്പോൾ അതെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മൾ ടാബ്ലറ്റോ അതുപോലെ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 6 മാസം കാലാവധി അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പഴയ നിറത്തിലേക്ക് തന്നെ നമ്മൾ ക്രമേണ അങ്ങനെ വരും. ഒരു ഡോക്ടർ പറഞ്ഞ അറിവാണ്. അപ്പം നമ്മൾ ഇത് ശരിക്കും നാച്ചുറലായിട്ട് നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് കഴിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അത്രയുള്ള കേടുമില്ല എന്ന അതേ ഗുണങ്ങൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ. നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരിങ്ങ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വയ്ക്കാം. നമ്മളിതാ ഇത്ര മുന്തിരിങ്ങ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് മതി നമുക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഇതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. ഇപ്പം നമ്മളിതിട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് 2-3 പ്രാവശ്യം നല്ല പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഈ മുന്തിരി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും ഈ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരു കളഞ്ഞ് അതുപോലെ തന്നെ ഈ തോലും കൂടെ കളഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും ഈ തോലോട് കൂടി തന്നെയാണ് ഇടുന്നത്. അതിനുശേഷം നമ്മൾ എന്തായാലും അരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ തോലിൻ്റെ വേസ്റ്റൊക്കെ അങ്ങ് പോയി കിട്ടും. ഇനി നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കുരു കളഞ്ഞിടുകയാണ് ഒന്നും കൂടി നല്ലത്. കാരണം ചിലവർക്ക് ഈ കുരുവിൻ്റെ തരിയൊക്കെ തട്ട ചൊറിച്ചിൽ, മുന്തിരി ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ചൊറിച്ചിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് എനിക്കിത് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ മുന്തിരിങ്ങ മൊത്തം നമ്മൾ കുരു കളഞ്ഞ് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ്. അപ്പം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. ഇത് വേവിച്ച് എടുക്കുകയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രഷായിട്ട് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഒരു ബീറ്റ്റൂട്ടാണ്. ഇത് ഇത്രയൊന്നും വേണ്ട, നമുക്കതിൻ്റെ ഒരു പകുതി ഭാഗം മതി. നമുക്കതൊന്ന് തോല് കളഞ്ഞ് എടുക്കാം കേട്ടോ. നമുക്കിത് ക്യാരറ്റും ബീറ്റ്റൂട്ടും വേണമെങ്കിൽ നമുക്കൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ജ്യൂസ് അടിക്കാം. പക്ഷേ പച്ചയ്ക്ക് അടിക്കുന്ന അത്ര വിറ്റാമിൻസ് അതിൽ ഉണ്ടാവില്ല. പച്ചയ്ക്ക് അടിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്കിത് രണ്ടും ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് നമ്മൾ രാവിലെ ചായയൊക്കെ കുടിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഗ്ലാസ് ജ്യൂസ് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നന്നായിട്ട് ബ്രൈറ്റായിട്ട് കിട്ടും. നമ്മൾ ഈ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ ഒന്നും വേണ്ട. അതൊക്കെ എന്തായാലും ടെമ്പററിയാണ്. അത് നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാവധാനം നമ്മൾ പഴയ നിറത്തിലേക്ക് തന്നെ പോവും. ഇത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് ഇത് എന്നും ഉണ്ടാവും. നമ്മൾ ഈ എന്നും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഇതേപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതേപോലെ ഈ ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കൃത്യമായിട്ടുള്ള ടാബ്ലറ്റൊക്കെ കഴിക്കുന്നതിലും എത്രയോ മടങ്ങ് നല്ലതാണ് കേട്ടോ നമുക്ക് ഈ ഒരു ജ്യൂസ്. ഇനി നമുക്കിതിലേക്ക് നിരക്കി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ.
ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊരു 2 ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ. നമുക്കിത് അപ്പോഴേക്കും ഗ്ലാസ്സിലേക്ക് ഒന്ന് അരിച്ച് എടുക്കാം. ഇതാ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മളിവിടെ മുഴുവനായിട്ട് നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. ഇതിൽ നമുക്കിനി ഒരു സ്പൂണോളം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. 2 ടീസ്പൂണോളം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പാക്കറ്റ് മഞ്ഞൾപ്പൊടിയല്ല, അല്ലാതെ നമ്മൾ ഒറിജിനൽ മഞ്ഞൾപ്പൊടി നമ്മൾ ഉണക്കി പൊടിച്ചത് മാത്രം എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പച്ചമഞ്ഞളുണ്ടെങ്കിൽ അതാണ് ഇതിലേറെ ബെസ്റ്റ് കേട്ടോ. പച്ചമഞ്ഞളുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ഇതുപോലെ ചതച്ചിട്ട് അതിൻ്റെ ഒരു നീര് 1/2 ടീസ്പൂണോളം എടുത്താൽ മതി. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 മുറി ഓറഞ്ചാണ്. ഇനി ഓറഞ്ച് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരു പകുതി നാരങ്ങ എടുത്താൽ മതിയാവും. നാരങ്ങയും കൂടി ആകുമ്പം നമുക്കിതിൽ ഒട്ടും മധുരം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഓൾറെഡി നമ്മൾ മുന്തിരി ഇട്ടതുകൊണ്ട് മുന്തിരിൻ്റെ മധുരമുണ്ട്, അതുകൊണ്ട് നമുക്ക് പഞ്ചസാര ചേർക്കണ്ട. ഇനി മധുരം കുറച്ചുകൂടി വേണം എന്നുള്ളവർ കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്താൽ മതി, പഞ്ചസാര ചേർക്കണ്ട. അപ്പോൾ നമ്മളിതാ ഒരു മുറി ഓറഞ്ച് നീര് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമ്മളുടെ ചിയ സീഡില്ലേ, അത് ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഡെയിലി നമ്മൾ ഒരു ടീസ്പൂണോളം നമ്മൾ ചിയ സീഡ് ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ അത് വെയിറ്റ് കുറയാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും ഡെയിലി ഇത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിലെന്തായാലും മിക്സ് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊരു ഓറഞ്ചിൻ്റെ കുരുപെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ എന്തായാലും ഇത് ഒരു 5-6 മാസം ഇതെന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് 100% കിട്ടിയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ലൊരു അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ടാറ്റാ, ബൈ.